വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ, അവർ വന്നോട്ടെ, നീ പോയി ചായയും സ്നാക്സും ഒക്കെ എടുത്തു വെക്കുക എന്ന് പറഞ്ഞ് ശ്യാമയെ അടുക്കളയിലേക്ക് സത്യഭാമ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് രാഘവേട്ടന് എന്താ ഒരു മുഖം പ്രസന്നയില്ലാതെ ഇരിക്കുന്നത്, ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ വയസ്സ് 10-60 ഇത്ര സന്തോഷമേ ഇത്ര പ്രസന്നതയൊക്കെ എൻ്റെ മുഖത്തുള്ളൂ എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ ഓ അങ്ങനെ എന്ന് പറഞ്ഞ് തിരിച്ച് ഭാമ പറയുന്നുണ്ട്. അതേന്നും പറഞ്ഞ് രാഘവൻ നായർ ഇഷ്ടമില്ലാത്ത രീതിക്ക് തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് പിള്ളയെ ഇങ്ങനെ ഭാമ നോക്കുമ്പോൾ സത്യാമ്മ ക്ഷമിക്കണം, ഇതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നതെന്ന്. അന്നേരം ഭാമ അങ്ങ് ചിരിക്കുകയാണ്. ഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ല. തുടർന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വല്ലതും ഉണ്ടോടാന്ന്. അന്നേരം അങ്ങനെയൊന്നുമില്ല സത്യാമ്മയെ, ഞാൻ എപ്പോഴും ഹാപ്പി തന്നെയാണ്. സത്യാമ്മയെ നോട്ടം കൊണ്ട് വെറുതെ തോന്നുന്നതാണെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണല്ലേ എന്ന് പറഞ്ഞിട്ട് പപ്പിയോട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നിനെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ, മോൾ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഹാപ്പിയാണ്, ഫുൾ ടൈം എപ്പോഴും ഹാപ്പിയാണ്, സന്തോഷമാണ് എന്നിങ്ങനെ പപ്പി ചിരിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഞാനെന്തിനാ ഹാപ്പി അല്ലാതെ ഇരിക്കുന്നത്, എൻ്റെ കയ്യിലുള്ള വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാവും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾ എന്താ ചിന്തിക്കുന്നതെന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം ആൻറ്റി ഇപ്പോൾ വരില്ലേ എന്ന് ചോദിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. അന്നേരം ഇപ്പോൾ വരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഭാമ ഈ പപ്പിയുടെ അഭിനയം വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ബാക്കി എല്ലാവരും അഭിനയിക്കുകയാണെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേസമയം കമല ആണെങ്കിൽ ശാലിനിയെ കണ്ട തിരിച്ച് ബൈക്ക് വെച്ച സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഏട്ടത്തിയമ്മയോട് സംസാരിച്ച സ്ത്രീകളെല്ലാം എവിടെ പോയി എന്നും പറഞ്ഞ് ചുറ്റും നോക്കിയാണ്. സരോജവും ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. തുടർന്ന് വിഷ്ണുവിനെ വീണ്ടും ഫോൺ ചെയ്യാനായിട്ട് കമല ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ഫോൺ അവിടെ നിലത്ത് വീണ് കിടന്ന് റിങ് ചെയ്യുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. ഇതേസമയം കളക്ടറേറ്റിൽ ശാലിനി ആണെങ്കിൽ മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെയും ഫോൺ സൈലൻ്റാക്കി വെക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് പോകുന്ന ശ്യാമയാണെങ്കിൽ പെണ്ണ് കാണൽ 11 മണി എന്നുള്ളതിൽ നിന്നും 10 മണിയിലേക്ക് ആക്കിയ വിവരം അറിയിക്കാനായിട്ട് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ റിംഗ് ഉണ്ട് അല്ലാതെ ഫോൺ സൈലൻ്റ് ആണ്. അതുകൊണ്ട് ശാലിനി ബെല്ല് കേൾക്കുന്നില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നുമില്ല. അന്നേരം ശ്യാമ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. കമലൻ അവിടെ റോഡിലും വിഷ്ണുവിൻ്റെ ഫോൺ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ വേഷമൊക്കെ മാറി ഒരുങ്ങി റെഡിയാവുന്നുണ്ട്. അതിനുശേഷം മുകളിലത്തെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. പക്ഷേ വിഷ്ണു ആകെ സങ്കടത്തിലാണ്. ശാലിനിയുടെ ആ കൊലുസും പൊക്കി പിടിച്ച് ഇങ്ങനെ ശാലിനിയെ തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് മധുശ്രീയും അച്ഛനും അമ്മയും കൂടി കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അതേ സത്യഭാമയുടെ വീട്ടിൻ്റെ അവിടെ അച്ഛനും അമ്മയും ആദ്യം ഇറങ്ങുന്നുണ്ട്, വിജയകുമാർ ഇറങ്ങുന്നുണ്ട്. അന്നേരം മധുശ്രീ കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഉറങ്ങുകയാണ്. അന്നേരം ഇങ്ങോട്ട് ഇറങ്ങടിയെന്ന് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഉറങ്ങാനും സമ്മതിക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് മധുശ്രീ അങ്ങോട്ട് വലിയ പാടുപെട്ടാണ് ഇറങ്ങുന്നത്. കാലൊന്നും അങ്ങോട്ട് നിലത്ത് ഉറയ്ക്കുന്നില്ല. അന്നേരം പിന്നെ നിൻ്റെ പെണ്ണ് കാണലാണ്, ഓർമ്മ വേണം എന്നിങ്ങനെ പറഞ്ഞ് അമ്മ വഴക്ക് പറയുകയാണ്. അന്നേരം ദേ തള്ളയെന്നും പറഞ്ഞ് അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങും. മോളെ പ്ലീസ് എന്നിങ്ങനെ അച്ഛൻ പറയുകയാണ്. തുടർന്ന് വിജയകുമാർ പറയുന്നുണ്ട്, രാത്രി വൈകിട്ട് ഒരുപാട് കുടിച്ചാൽ പിറ്റേന്ന് പകൽ ഇങ്ങനെ ഉണ്ടാവാറ് പതിവുള്ളതാണ്, കാലത്തൂടെ കുടിച്ചാൽ അതങ്ങ് മാറിക്കോളൂ എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ എന്നിങ്ങനെ വിജയകുമാറിനെ നോക്കി മധുശ്രീ പറയുന്നുണ്ട്. അന്നേരം ഇതാണല്ലേ വീട് പിന്നെ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചടിക്കാം, തൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഓരോന്ന് ഒഴിക്കിടൂ എന്നൊക്കെ പറയുകയാണ്. അന്നേരം തുടർന്ന് അവരങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഇനി എന്താവുമോ എന്തോ, സത്യാമ്മ എന്നെ കുഴി വെട്ടി മൂടാതിരുന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിജയകുമാരൻ കയറുന്നത്. ആ ഉമ്മറത്തേക്ക് കയറുമ്പോൾ രമണൻപിള്ള ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം മധുശ്രീ ആണെങ്കിൽ ഹായ് മൊട്ടാസ് എന്ന് പറഞ്ഞിട്ട് ഈ രമണൻപിള്ളയുടെ തലയിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ഓടിയൊക്കെ ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം എന്ത് ജന്മമാടോ എന്നിങ്ങനെ വിജയകുമാറിനോട് രമണൻപിള്ള ചോദിക്കുമ്പോൾ പേടിക്കണ്ട, കടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വിജയകുമാർ അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് മധുശ്രീയൊക്കെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം രാഘവൻ നായരും രോഹിത്തും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും വേറെന്തോ ആലോചന എന്ന പോലെ ഇരിക്കുമ്പോൾ ഹായ് അവർ പിടിയെന്നും പറഞ്ഞിട്ട് മധുശ്രീ ആണെങ്കിൽ അകത്തോട്ട് കയറി വരികയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം നിങ്ങളെന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത്, ഞാൻ മധുശ്രീയാണ് മധുശ്രീ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പുറകെ വരുന്ന അച്ഛനെയും അമ്മയും കാണുമ്പോൾ രോഹിതം എഴുന്നേൽക്കുന്നുണ്ട്. രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം എൻ്റേത് ഒരു അപ്രതീക്ഷിത വരവൊന്നുമല്ലല്ലോ, പ്രതീക്ഷിച്ച വരവ് തന്നെയാണല്ലോ, നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നില്ലേ, ഞാൻ കാത്തിരുന്ന കക്ഷി തന്നെയാണ്. പെണ്ണ് കാണൽ ചടങ്ങല്ലേ ഇന്ന്, പക്ഷേ ഇത് പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയാൻ പറ്റില്ല, ആണ് കാണൽ ചടങ്ങ് തന്നെയാണ്. മധുശ്രീക്ക് വീടും പരിസരവും ഒക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് കണ്ടറിയണം. പിന്നെ ഇവിടുത്തെ പയ്യനില്ലേ വിഷ്ണു എന്ന് പറഞ്ഞിട്ട്, ആ പയ്യൻ എനിക്ക് ചേരുമോ എന്ന് ജീവിക്കാൻ പറ്റുമോ എന്നും കൂടി നോക്കണം എന്നൊക്കെ ഇങ്ങനെ വാദോരാതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. രാഘവൻ രോഹിത്തൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മധുശ്രീയുടെ അച്ഛനും അമ്മയ്ക്കും വിജയകുമാറിനും പോലും ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം ഇതൊക്കെ സത്യഭാമ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ വളരെ ഗൗരവഭാവത്തിലാണ് ഭാമ ഇതെല്ലാം നിന്ന് നോക്കി കാണുന്നതൊക്കെ.
തുടർന്ന് പറയുന്നുണ്ട് ഇത് ഇനി പരിചയമില്ലാത്ത ആദ്യം രാഘവൻ നായർ നേരെ നോക്കുകയാണ്. എൻ്റെ ഒരു കണക്കനുസരിച്ച് മിസ്റ്റർ രാഘവൻ നായർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് ഇങ്ങനെ രാഘവൻ നായർ തലയുലുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, അതിനേക്കാളും ചെറുപ്പമാണ്, എങ്ങാണ് എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ തലയുലുക്കുകയാണ്. തുടർന്ന് ഇത് മിസ്റ്റർ രോഹിത് അല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ തലയുലുക്കുകയാണ്. തുടർന്ന് ഇതാണ് മെയിൻ കഥാപാത്രം പത്മിനി എന്ന പപ്പിക്കുട്ടി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ പപ്പിയാണെങ്കിൽ ഈ മധുശ്രീയെ കാണുമ്പോഴേ മുമ്പ് സുസ്മിതയോടൊപ്പം കണ്ടതും വീഡിയോ എടുത്ത കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. തുടർന്ന് സുസ്മിത ആണെങ്കിൽ വളരെ സ്മാർട്ടായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സുസ്മിതയല്ല മധുശ്രീ അങ്ങ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സത്യഭാമ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. പക്ഷെ രാഘവൻ നായർക്കും രോഹിത്തിനും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത 2 കഥാപാത്രങ്ങളുണ്ട്. ഇത് മിസ്റ്റർ ശിവൻകുട്ടി കളരിക്കൽ ഗ്രൂപ്പിൻ്റെ MD ആണ് എന്നൊക്കെ പറയാം. പക്ഷേ മധുശ്രീയുടെ അച്ഛൻ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുകയാണ്. തുടർന്ന് ഇത് അമ്മ കനകലത എന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നുമില്ല, വേണമെങ്കിൽ കളരിക്കൽ ഗ്രൂപ്പ് MD ശിവൻകുട്ടിയുടെ ഭാര്യ എന്നൊക്കെ പറയാം. പിന്നെ അതിൻ്റെ ഒരു ലെവലിൽ മേക്കപ്പ് ഇട്ട് പുട്ടിയൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങ് നടക്കുന്നതേ ഉള്ളൂ, അതിലൊരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മയെ കളിയാക്കുമ്പോൾ ഡി എന്നിങ്ങനെ അമ്മ വിളിക്കുകയാണ്. അങ്ങനെ പോട്ടമ്മേ, സാരമില്ല, ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്നും മധുശ്രീ എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം സത്യഭാമ ഇരിക്കുന്ന ആ കസേര ഉണ്ടല്ലോ അതിലേക്കങ്ങ് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഈ പത്മിനിയെ പരിചയപ്പെട്ട ശേഷം ഈ കക്ഷിയല്ലേ മുൻപ് വന്ന കല്യാണാലോചന മുടക്കിയത്, നിങ്ങൾ പറഞ്ഞില്ലേ എന്നിങ്ങനെ വിജയകുമാറിന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ വിജയകുമാർ പറയുമ്പോൾ എന്തിനാ കള്ളം പറയുന്നത്, കള്ളം പറയുന്നവരെ എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ മുഖത്തടിച്ച പോലെ പറയുകയാണ്. അതൊക്കെ ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കസേരയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് കാലും കയറ്റി വെച്ച് ഇങ്ങനെ സത്യഭാമ ഇരിക്കുന്ന ആ ഒരു അതേ ലെവലിൽ ഇരിക്കുകയാണ്. രാഘവൻ നായർ ഇങ്ങനെ അടിമുടി ശ്രദ്ധിക്കുകയാണ് ഈ മധുശ്രീയെ. തുടർന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ മധുശ്രീ ഇരിക്കാൻ പറയുന്നുണ്ട്. നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റാണ്, നമ്മളെ വിളിച്ചിട്ടല്ലേ ക്ഷണിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് ഭാമ ഇങ്ങനെ മധുശ്രീയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് മധുശ്രീ ഇങ്ങനെ കാലും കയറ്റിയൊക്കെ ഇരിക്കുകയാണല്ലോ, എല്ലാവരെയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തല്ലോ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അറിയാതെ അങ്ങ് മധുശ്രീ എഴുന്നേറ്റ് ഇങ്ങനെ സത്യഭാമ ഒരു നിമിഷം നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് സത്യഭാമയുടെ കാലിൽ വീഴുകയാണ്. കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് അനുഗ്രഹിക്കണം സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് ആ കാല് തൊട്ട് ഇങ്ങനെ കണ്ണിൽ വെക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ രോഹിത്തുമൊക്കെ ഇങ്ങനെ ഇഷ്ടമില്ലാതെ അയ്യേന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭാമയൊന്നും വല്ലാതാകുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഇറക്കി വിട് ഭാമ ഈ അഹങ്കാരി എന്ന് പറയുമ്പോൾ ഭാമ പെട്ടെന്ന് മധുശ്രീ അങ്ങോട്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല രാഘവേട്ട, ഇവിടുത്തെ മരുമകൾ, ഈ വീടിൻ്റെ മരുമകൾ ഈ മധുശ്രീയാണ് എന്ന് പറയുമ്പോൾ മധുശ്രീ പെട്ടെന്ന് അങ്ങ് സത്യഭാമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അത് സത്യഭാമ പ്രതീക്ഷിച്ചില്ല, പക്ഷേ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം രോഹിത്താണെങ്കിൽ വെസ്റ്റ് എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. സത്യഭാമയുടെ കാലശേഷം ഈ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഈ നാട് ഭരിക്കേണ്ടത് ഇവളാണ്, ഈ മധുശ്രീ. ഇവളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരോടും ആളിനെ അറിഞ്ഞ് പെരുമാറാനും എന്ത് മുഖം നോക്കി പറയാനുമുള്ള ചങ്കുറ്റം പെണ്ണുങ്ങളായാലും വേണം എന്നൊക്കെ പറയുമ്പോൾ മധുശ്രീ അങ്ങ് പൊങ്ങി നിൽക്കുകയാണ്. അന്നേരം അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർക്കും രോഹിത്തിനും പപ്പി മോൾക്കും ഒന്നും രമണപിള്ളയ്ക്കും ഒന്നും ഇഷ്ടമാകുന്നില്ല. തുടർന്ന് ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായെന്ന് പറഞ്ഞ് ഭാമ അങ്ങ് ഒരുപാട് പുകഴ്ത്തി മധുശ്രീയെ പറ്റി സംസാരിക്കുന്നുണ്ട്. തുടർന്ന് മോളിരിക്കുക എന്ന് പറയുകയാണ്. അന്നേരം വേണ്ട, സത്യാമ്മയാണ് ഇവിടെ ഇരിക്കേണ്ടത്, ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം, ഇരിക്കും സത്യാമ്മയെന്ന് പറഞ്ഞ് പിടിച്ചൊക്കെ ഇരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യാമ്മയ്ക്ക് ഇപ്പോൾ മാത്രമേ എന്നെ പരിചയമുള്ളെങ്കിലും മുമ്പേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എൻ്റെ മനസ്സിലൊരു പൂജാബിംബമായിരുന്നു സത്യാമ്മ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അഭിനയമാണെന്നുള്ളത് രോഹിത്തിനും രാഘവൻ നായർക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. രോഹിത്ത് ആണെങ്കിലും രാഘവൻ നായരാണെങ്കിലും ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങ് മുഖമൊക്കെ തിരിച്ച് കാണിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാവരും ഒക്കെ ചോദിക്കില്ലേ ആരാവണമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് സത്യമാകണം എന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത്തിനാണെങ്കിൽ അത് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. തുടർന്ന് അമ്മ ഇങ്ങനെ മുഖം കാണിച്ചിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, എന്തോ പറയുമെന്ന്. അന്നേരം മധുശ്രീ ആണെങ്കിലും ഈ മധുശ്രീയുടെ അമ്മ പറയുന്നുണ്ട്, അതേ സത്യാമ്മേ സത്യമാണ് എന്നിങ്ങനെ അമ്മയും കൂട്ടിച്ചേർത്ത് പറയുകയാണ്. തുടർന്ന് സത്യഭാമ അവരോടൊക്കെ ഇരിക്കാൻ പറയുകയാണ്. മധുശ്രീ ഇരിക്കുന്നില്ല, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണത്, ചായയോ മറ്റോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയെന്നിങ്ങനെ അടുക്കളയിലേക്ക് നോക്കി വിളിക്കുകയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ അവിടെ ശാലിനിയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല. അന്നേരം എന്താ സത്യാമ്മയെ ചോദിക്കുമ്പോൾ ഇവർക്കുള്ള ചായയും പലഹാരങ്ങളും എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഈ ശിവൻകുട്ടി പറയുന്നുണ്ട്, ക്ഷമിക്കണം സത്യാമ്മ, ചായയോ സ്നാക്സോ മറ്റോ ആണെങ്കിൽ ഒന്നും വേണ്ട, ഈ ബന്ധത്തിനൊരു തീരുമാനമായിട്ടേ പച്ചവെള്ളം കുടിക്കൂ എന്നുള്ളത് ഞങ്ങളുടെ ഒരു വ്രതമാണ്, ഞങ്ങളുടെ പ്രത്യേകതയല്ല ഇവളുടെയാണ്, പ്രത്യേകിച്ച്
ഇവളുടെയാണ് എന്നിങ്ങനെ മധുശ്രീയെ കാണിക്കുകയാണ്. അന്നേരം ഓഹോ എന്നിങ്ങനെ സത്യഭാമ ആക്കുകയാണ്. രാഘവൻ നായർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, രോഹിത്തിന് ഇഷ്ടപ്പെടുന്നില്ല. രോഹിത് അവിടെ നിന്ന് മാറിയിട്ട് സത്യഭാമ ഇരിക്കുന്നതിൻ്റെ പുറകിലേക്ക് പോയി ആ ദിവാങ്കൂട്ടി പോയിരിക്കുകയാണ്. പക്ഷെ അത് മധുശ്രീ ശ്രദ്ധിക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ ആ ഭാവമൊക്കെ. തുടർന്ന് മോള് ഇരിക്കുക എന്ന് പറയുമ്പോൾ മധുശ്രീ ആണെങ്കിൽ പത്മിനിയുടെ പപ്പിക്കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ ശ്യാമയോട് വിളിച്ച് പറയുന്നുണ്ട്, നീ ഒന്നും എടുക്കണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി എന്ന്. അന്നേരം ശരി സത്യാമ്മ എന്ന് പറഞ്ഞ് ശ്യാമ അവിടത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് മധുശ്രീ ആണെങ്കിൽ ഇങ്ങനെ പത്മിനിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്നേരം പത്മിനി ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി ഇങ്ങനെ രൂക്ഷമായിട്ട് മധുശ്രീയെ നോക്കിയിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അവിടെ ശാലിനിയുടെ മീറ്റിംഗ് അവിടെ നടക്കുന്നതേ ഉള്ളൂ. വിഷ്ണു ആണെങ്കിൽ മുകളിലിരിപ്പുണ്ട്. ഇത്രയുമാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി മീറ്റിംഗൊക്കെ കഴിഞ്ഞ ശേഷം ഫോൺ എടുത്ത് നോക്കുമ്പോൾ ശാലിനി തിരിച്ച് ശ്യാമയെ വിളിക്കും. അപ്പോൾ ഇവർ വന്ന് കണ്ടിട്ട് പോയി എന്നുള്ളതൊക്കെ അറിയിക്കും. പക്ഷേ അതിനോടകം കമലിന് ഇനി ഇങ്ങോട്ടത്തേക്ക് എത്തും ശാലിനിയെ കണ്ട വിവരം പറയാനായിട്ട്. അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.